ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്നുള്ള തമിഴ് വംശജയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വപ്നഭൂമി എന്ന റെസിഡൻസിയിലാണ് വേടൻ വളർന്നത്. കുട്ടിക്കാലം മുതൽക്കേ സംഗീതത്തോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം എഡിറ്റർ സംവിധായകൻ ബി. അജിത് കുമാറിനൊപ്പം സ്റ്റുഡിയോ ബോയ് ജോലി ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ റാപ്പർ ട്യൂപാക് ഷാക്കൂരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം റാപ്പ് സംഗീതത്തിലേക്ക് കടന്നുവന്നത്. വേടൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് തന്റെ സമൂഹം വേട്ടക്കാരായിരുന്നെങ്കിലും പലപ്പോഴും വേട്ടയാടപ്പെട്ടവരായിരുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ്. സംഗീത ജീവിതം 2020 ജൂണിൽ പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് വേടൻ ശ്രദ്ധേയനായത്. ജാതി വിവേചനം, വർണ്ണവിവേചനം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്ന ഈ ഗാനം വലിയ പ്രേക്ഷക ശ്രദ്ധ നേടി. ഈ ഗാനം അദ്ദേഹത്തെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി അടയാളപ്പെടുത്തി. പിന്നീട് ഭൂമി ഞാൻ വാഴുന്നിടം, ഭൂമി എഞ്ചൻ വാഴുന്നിടം എന്ന മറ്റൊരു ഗാനവും അദ്ദേഹം പുറത്തിറക്കി. 2024 പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലെ കുതാന്ത്രം എന്ന ഗാനത്തിലൂടെയാണ് വേടൻ മുഖ്യധാരയിലേക്ക് എത്തുന്നത്. സുഷിൻ ശ്യാമുമായി ചേർന്നാണ് ഈ ഗാനം ഒരുക്കിയത്. നായാട്ട് എന്ന ചിത്രത്തിലെ നരബാലി, നോ വേ ഔട്ട് എന്ന ചിത്രത്തിലെ മരണത്തിൻ നിറം തുടങ്ങിയ ഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. അടുത്തിടെ കാലിക്കറ്റ് സർവകലാശാലയുടെ മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിൽ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം ഉൾപ്പെടുത്തിയിരുന്നു. പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന ഗാനവുമായി താരതമ്യം ചെയ്യാനാണ് വേടന്റെ ഗാനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവാദങ്ങൾ. വേടൻ തന്റെ സംഗീത ജീവിതത്തിൽ ചില വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. 2021 മീറ്റു ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ ക്ഷമാപണം നടത്തുകയും ചെയ്തു. അടുത്തിടെ കഞ്ചാവ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കടുവയുടെ നഖമടങ്ങിയ മാല കൈവശം വെച്ചതിനും അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. എന്നിരുന്നാലും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ പാട്ടുകളിലൂടെ അവതരിപ്പിക്കുന്ന വേടൻ മലയാളം റാപ്പ് രംഗത്തെ ഒരു പ്രധാന ശബ്ദമായി തുടരുന്നു.